തൃശൂർ പൂര വിളംബര ചടങ്ങ് ഇന്ന് നടക്കും. നേത്രക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്നിടുന്നതോടുകൂടിയാണ് പൂര വിളംബരം ആകുന്നത്. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും നേത്രക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത്. നാളെ ഘടകപൂരങ്ങളുടെ വരവിനായാണ് തെക്കേ ഗോപുര നട തുറന്നിടുന്നത്. വിവരങ്ങളുമായി റിയാസ് KMR, നവീൻ പനങ്കാവ്, രമ്യ S നായർ എന്നിവർ തൃശൂരിൽ നിന്നും ചേരുന്നു. റിയാസ്, അങ്ങനെ പൂരപ്രേമികൾ കാത്തിരുന്ന തൃശൂർ പൂരത്തിന് ഇന്ന് വിളംബരമാവുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ? തീർച്ചയായും തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന പൂരപ്രേമികളൊക്കെ കാത്തിരിക്കുന്ന ആ ഒരു പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും ഇന്ന് തുടക്കം കുറിക്കുന്നു. പൂര വിളംബരത്തോടുകൂടി അതിന് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിക്കുകയാണ് ഈ തൃശ്ശൂർ പൂരത്തിന്. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓരോ ഉത്സവവും ഓരോ ആഘോഷവും എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദുഃഖങ്ങളൊക്കെ മാറി സങ്കടങ്ങളൊക്കെ മറികടന്ന് സന്തോഷത്തോടുകൂടി മനുഷ്യർ ഒറ്റക്കെട്ടായി നിന്ന് ആഘോഷിക്കുന്ന ഉത്സവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ മനുഷ്യരെല്ലാം തന്നെ ഒന്നിച്ചു ചേർന്ന് അലിഞ്ഞ് ഈ വടക്കുന്നാഥൻ്റെ മുൻപിൽ സ്വരാജ് റൗണ്ടിൽ അങ്ങനെ മനോഹരമായി നിന്ന് ഇങ്ങനെ ഒത്തൊരുമിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനാണ് ഇന്ന് പൂരവിളംബരത്തോടുകൂടി, അല്ലേ രമ്യ? അതെ, അങ്ങനെ തുടക്കമാകുകയാണ്. അങ്ങനെ തുടക്കമാകുമ്പോൾ ഇന്ന് നെയ്തലക്കാവിലമ്മയുടെ ഒരു എഴുന്നള്ളത്താണ് ഏറ്റവും ആദ്യം എന്നുള്ളത്. പൂരത്തിന്റെ ഒരു ഏറ്റവും പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് അതാണ് പൂരവിളംബരം. എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് പൂരവിളംബരം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തോതിലുള്ള ഒരു ചടങ്ങായിരുന്നു. പക്ഷെ നമുക്കറിയാം, ആനപ്രേമികളുടെ പ്രിയപ്പെട്ടവൻ ഗജകേസരി ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് ഈ ഒരു പൂര വിളംബരം ഇത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങാക്കിയത്. അപ്പൊ അതുവരെ വളരെ കുറച്ചാളുകൾ മാത്രം പങ്കെടുത്തിരുന്ന ഒരു ചടങ്ങായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മുടെ രാമരാജാവിന്റെ വരവിന് ശേഷം ഇത് വലിയൊരു, അതായത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, അതാണ് ഇതാ മറ്റൊരു പൂരപ്രേമിയാണ് ഇവിടെ നിൽക്കുന്നത്, നവീൻ പനങ്കാവ്. അതെ അതെ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കുറിച്ച് എന്താണ് ഏറ്റവും വലിയ മസ്തകം, കേരളത്തിലെ ഏറ്റവും വലിയ തലയെടുപ്പുള്ളതാണ്. വേറെ ആരും, നമ്മളിപ്പം സിനിമയിലെ മോഹൻലാൽ മമ്മൂട്ടിക്ക് വരുന്ന പോലെ എന്ന് പറഞ്ഞാൽ അത്രയും തലയെടുപ്പോടുകൂടി വരുന്ന ഏക ആനയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ ഒരു പിന്നെ പൂരത്തിനെന്ന് പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ആവേശമാണ്. ഈ ജനങ്ങൾ, നമ്മുടെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഒരു ഭയങ്കര ആവേശമാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് തിടമ്പേറ്റുന്ന ഒരു ആന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൈവിക ശക്തി തന്നെയാണത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു പൂരപ്രേമിയെ നവീൻ പനങ്കാവിന്റെ വാക്കുകളാണത്. പറഞ്ഞു വന്നത് എന്താ എന്ന് വെച്ചാൽ, പൂര വിളംബരം ഇത്രയും പ്രൗഢഗംഭീരമാക്കിയത് നമ്മുടെ സ്വന്തം രാമൻ. പക്ഷേ ഇന്ന് എറണാകുളം ശിവകുമാർ 7ാമത്തെ വർഷമാണ് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ വിചാരിക്കുന്ന ഒരു 10:30 നെയ്തലക്കാവ് അമ്മ പ്രൗഢഗംഭീരമായിട്ട് സർവാഭരണ ഭൂഷിതയായിട്ട് താളമേളങ്ങളുടെ ഒക്കെ അകമ്പടിയോടെ ദേശക്കാരുടെ സന്നിധിയിൽ ഒരു ആഘോഷ ആരവങ്ങളോടെ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും. അപ്പോൾ ഘടകപൂരങ്ങൾക്ക് ഉള്ള ഒരു അനുവാദം വാങ്ങാൻ, പൂരം നടത്താനുള്ള ഒരു അനുവാദം വാങ്ങാനായിട്ടാണ് നെയ്തലക്കാവിൽ അമ്മ വടക്കുന്നാഥനിൽ വന്ന് ക്ഷേത്ര നട തള്ളി തുറക്കുന്നത്. അതോടുകൂടി 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, അതായത് ഒരു പൂരത്തിന്റെ ഒരു വലിയ ആർഭാടമായിട്ടുള്ള. അത് മാത്രമല്ല, ഈ പൂരവിളംബരം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതിനകത്തൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ തെക്കേ ഗോപുര നട തുറന്ന് വരുന്ന നെയ്തലക്കാവിലമ്മ വരുന്നതോടുകൂടി പൂര വിളംബരമാവുന്നു എന്നുള്ളതല്ല. നിലപാട് തറയിൽ വന്ന് ശംഖ് വിളിക്കുന്നതിന് ശേഷമാണ്, അല്ലേ? 3 തവണ ശംഖ്, അതെ, അതാണ് യഥാർത്ഥ വിളംബരം എന്ന് പറയുന്നത്. ആ ശംഖുവിളിയാണ് യഥാർത്ഥത്തിൽ ആ വിളംബരം എന്ന് പറയുന്നത്. പക്ഷേ എറണാകുളം ശിവകുമാറായാലും അല്ലെങ്കിൽ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനായാലും എഴുന്നള്ളുന്ന സമയത്ത് ആ ഒരു ഗജകേസരികൾ, അവരെ സംബന്ധിച്ചും അവർ ശിരസിലേറ്റിയിരിക്കുന്നത് ഒരു ദേവീ സങ്കല്പത്തെയാണ് എന്ന് പറയുന്ന ഒരു ആവേശം അവരുടെ മുഖത്തൊക്കെ കാണുന്നുണ്ട്. അവരുടെ ആ എടുപ്പിലും നടപ്പിലും ഒരു ഗമയുണ്ട്. അതെ അതെ അതെ, ഘടകപൂരങ്ങളുണ്ട്. പക്ഷെ പൂര വിളംബരം നടത്താൻ അനുവാദമുള്ളത് നെയ്തലക്കാവിലമ്മയ്ക്ക് മാത്രമാണ്. ശക്തൻ തമ്പുരാന്റെ തൃശ്ശൂരത്തെ കോവിലകത്തില് നെയ്തലക്കാവിലമ്മയെ പ്രതിഷ്ഠിച്ചിരുന്നു. അങ്ങനെ പൂര വിളംബരം നടത്താനുള്ള അനുവാദം ശക്തൻ തമ്പുരാൻ കൊടുത്തിട്ടുള്ളത് നെയ്തലക്കാവിലമ്മയ്ക്കാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു ഐതിഹ്യം പറയുന്നത്. അതിനനുസരിച്ചാണ് പിന്നീട് 1942 കോവിലകത്ത് പൂരം നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് 2004 വിളംബരം വീണ്ടും. ഇന്ന് അതൊരു തൃശ്ശൂർ പൂരം നാളെ നടക്കുകയാണ്. അതിന്റെ അതേ പ്രൗഢിയോട് കൂടിയിട്ട് ഒരു ചെറു പൂരം പോലെയാണ്, അല്ലേ? സത്യമാണ്. എത്രയോ ആളുകളാണ്, നമുക്കറിയാം നല്ല ചൂടാണ് ഇപ്പോ, രാവിലെയാണ്, പക്ഷെ നമ്മളൊക്കെ അത്രയും ചൂടാണ്. പക്ഷെ പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളതാണ്. ചൂടും വെയിലും മഴയും ഒന്നും പ്രശ്നമല്ല. കാരണം പൂരത്തിന് തിരിതെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു വലിയൊരു ആവേശമായിട്ട് എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും, മുഖത്ത് നിറഞ്ഞിരിക്കും. ഇവിടെ പിന്നെ തൃശ്ശൂരിൽ എത്തുന്ന എല്ലാവരും തൃശ്ശൂർക്കാരാണ്, കോഴിക്കോടുകാരോ എല്ലാവരും തൃശ്ശൂർക്കാരാണ്. അവരൊത്തു ചേർന്നിട്ടാണ് ഈ ഒരു ആഘോഷം കൊണ്ടാടുന്നത്. കാരണം നമുക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആഘോഷമാണ് തൃശ്ശൂർ പൂരം. തീർച്ചയായിട്ടും. അതാണ് അതിന്റെ ഏറ്റവും. അല്ല, അവിടെ നമുക്ക് ഈ ഐക്യം കാണാം
എന്നുള്ളതാണ്. മനുഷ്യരുടെ ഒരു ഒത്തൊരുമ കാണാം, കൂട്ടായ്മ കാണാം, ജാതി മത ആണ്. സത്യമാണ്. ഒരു തൃശ്ശൂർക്കാരിയുടെ ഒരു അഭിമാനമാണ് അത് പറയുന്നത് രമ്യ. അതെ അതെ, തൃശ്ശൂർക്കാരി എന്ന നിലയിൽ ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഇവിടെ ഈ വടക്കുന്നാഥന്റെ മണ്ണിൽ നിൽക്കാന്ന് പറയുന്നത്. എത്രയോ ആൾക്കാർ ലോകമെമ്പാടുമുള്ള വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ പൂരം കാണാൻ വരികയാണ്. അങ്ങനെ ഒരു ആവേശകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് ഇനി നമ്മൾ ഈ തൃശ്ശൂരിന്റെ വടക്കുന്നാഥന്റെ ഒരു നഗരി ഇങ്ങനെ ഇനിയിപ്പോ കടന്നു പോകാൻ പോകുന്നത് അല്ലേ. ഈ ഒരു സ്വരാജ് റൗണ്ട് എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലേ, ശക്തൻ തമ്പുരാന്റെ ഒരു ഐതിഹ്യമുണ്ട്, ഈ പൂരത്തിന്റെ ഒരു ഐതിഹ്യമുണ്ട്. അത് തൃശ്ശൂരുകാരി തന്നെ പറയട്ടെ, ആ ഐതിഹ്യം അതാണ് നല്ലത്. അതെ 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 അതെ. ഏകദേശം 200 വർഷങ്ങൾ പിന്നിട്ടു അല്ലെ നമ്മുടെ തൃശ്ശൂർ പൂരം. പക്ഷേ എനിക്ക് തോന്നുന്നു ശക്തൻ തമ്പുരാൻ അന്ന് ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറ്റവും കേമം. അതെ, ഇവിടുന്ന് ഒരുപാട് ഘടക പൂരങ്ങളൊക്കെ അവിടേക്ക് പോയിരുന്നു. കൃത്യമായിട്ട് ഡേറ്റ് ഉണ്ട്, ഇപ്പൊ തുടങ്ങിയെന്നുള്ള കൃത്യമായിട്ട് ഡേറ്റ് ഉണ്ട്. 200 വർഷങ്ങൾക്ക് മുൻപ് എന്നാണ് പറയുന്നത്. അതെ 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 അതെ. അത് അതായത് ഇതിന്റെ ഒരു ഇത് പറയുന്നത്, ഐതിഹ്യം പറയുന്നത്, ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്നത് ഒരു തൃശ്ശൂരുകാരൻ. നമ്മൾ ഇന്ന് കാണുന്ന തൃശ്ശൂരിന്റെ ശില്പി എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാനാണ്. ആ ശക്തൻ തമ്പുരാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതാണ് ഇന്നത്തെ തൃശ്ശിവപേരൂർ എന്ന് പറയുന്ന. അതെ, ആ തൃശ്ശൂർ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു വികസനത്തിന്, അതിൻ്റെ മാറ്റത്തിന്, ഇപ്പോൾ നമ്മൾ കാണുന്ന പൂരത്തിന്, ഈ പൂരത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ രമ്യ, നവീൻ അത് പറയാനുണ്ടാകും. കാരണം നമ്മൾ ഈ പൂരത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. കാരണം നമ്മളെക്കാൾ നന്നായി നമ്മുടെ അറിയുന്നവരാണ് നമ്മുടെ പ്രേക്ഷകർ എന്നുള്ള സത്യം നമ്മളത് ഉൾക്കൊള്ളണം. അതിനപ്പുറത്തേക്ക് ഈ പൂരത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. പൂരം എന്ന് പറയുമ്പോൾ പൂരത്തിൻ്റെ ഒരു അനുകൂല ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പൂരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് അത് നവീൻ പറയാതെ ഒരു 3 ദിവസം എന്ന് പറയുന്നത് ഒരു 30 വർഷത്തെ ഒരു ഇൻകം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്നലെ യാത്ര ഓട്ടോറിക്ഷ പിന്നെ കടല വിൽക്കുന്ന ഒരു ചേട്ടൻ പോലും ഡെയിലി 25,000 രൂപ വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പൊ അതായത് ഇവിടെയുള്ള നമ്മുടെ ഈ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമാകുന്ന പിന്നെ ഈ ഒരു ആഘോഷം ഉള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടം, നമ്മുടെ നാടിന് ഒരുപാട് പുരോഗതി. അപ്പൊ നമ്മൾ കച്ചവടം മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന ഏരിയ ഒരു സമൃദ്ധി വരുന്നു എന്നുള്ളതാണ്. സമൃദ്ധിയുടെ ഉത്സവം കൂടി അതാണ്. സങ്കടങ്ങൾ മാറി സമൃദ്ധിയുടെ ഉത്സവമായി തൃശ്ശൂർ പൂരം വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു നന്മയുടെ അടയാളപ്പെടുത്തലായിട്ട് തന്നെ നമ്മൾ കാണണം. അല്ലാതെ അതിനപ്പുറത്തുള്ള മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതെ 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 ഒരു ആവേശമാണ്. അതെ, ഉപജീവനമാന്നേ എത്ര നമ്മൾ ഈ സ്വരാജ് റൗണ്ടിൽ മറ്റ് സമയങ്ങളിൽ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള ഈ ഗ്രൗണ്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മറ്റ് ഇത്രയും കച്ചവടക്കാരെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. സാധാരണക്കാരായ മനുഷ്യരാണ്, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കാണ് അത് ഉപജീവനത്തിന്റെ കരുത്ത് പകരുന്നത്. നേരത്തെ പറഞ്ഞ ഒരു കപ്പലണ്ടി കച്ചവടക്കാരൻ, അതെ, ചീട്ടെടുക്കുന്ന മുതൽ അതാണ്. അതെ അതെ, ഒരു കപ്പലണ്ടി കച്ചവടക്കാരന് ഒരു ദിവസം 25,000 രൂപയുടെ മുകളിൽ വരുമാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അവന്റെ കുടുംബത്തിൽ അന്ന് സന്തോഷത്തിന്റെ പൂരമാണ്. അതാണ് പൂരം. യഥാർത്ഥ പൂരം എന്ന് പറയുന്നത് അവിടെയാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ഒരു പൂരത്തിന്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പറയുന്ന ഒരു സാഹോദര്യം എന്ന് പറയുന്നത്, സാഹോദര്യം നമ്മളെപ്പോഴും ഉറക്കെ പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അത് തൃശ്ശൂർ പൂരം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ പൂരത്തിന്റെ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെയും നമ്മൾ ഈ മാധ്യമരംഗത്തേക്കൊക്കെ വരുന്നതിന് മുൻപ് ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഈ തൃശ്ശൂർക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ വിളിക്കും, പൂരത്തിന് വരുന്നുണ്ടോ? അത് ശൈലിയാണ്, ഒരു ഭയങ്കര ഒരു സ്നേഹം. അതെ 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 അത് എനിക്കൊന്ന് രമ്യക്കാണ് കുറച്ചുകൂടി നന്നായിട്ട്. അതെ, പൂരത്തിന് വരുന്നുണ്ടോ? വരണമെന്നുണ്ട്, ആഗ്രഹമാണ്. അതെ അതെ ഗഡി അതാണ്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ആഗ്രഹമാണ് എന്ന് നമ്മൾ പറയും. ആ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു മലയാളിയുടെ ആഗ്രഹമാണ്. ഒരിക്കലെങ്കിലും പൂരം കാണാൻ, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ എന്ന ഒരു പാട്ട് നമ്മുടെ മനസ്സിൽ എല്ലാ മലയാളിയുടെയും നാവിന്റെ തുമ്പത്ത് അലയടിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു മലയാളിയുടെ. അതെ, എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ പൂരത്തിന് പോകാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകള് അയ്യോ അവിടെ ഭയങ്കര തിരക്കാണ്, പൂവണ്ട എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അല്ലെ പൂരത്തിന് എത്ര ധൈര്യത്തോടെയാണ് വരുന്നത്. അത് കാണാൻ, ആസ്വദിക്കാൻ. ആ പണ്ട് കാലത്ത് നമുക്ക് എത്രയോ വ്യത്യസ്തമായിട്ടാണ് ആളുകൾ ഈ പൂര ആവേശത്തിലേക്ക് അലിയുന്നത് അല്ലെ. എനിക്ക് തോന്നുന്നു 200 വർഷങ്ങൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാൻ ഈ ഒരു പൂരം ചിട്ടപ്പെടുത്തുമ്പോൾ ഇത്രയും ഒരു ആവേശത്തിലേക്ക് വരും എന്ന് പോലും ഒരു പക്ഷേ അദ്ദേഹം ചിന്തിച്ച് കാണില്ല എന്നുള്ളതാണ് സത്യമാണ്. വലിപ്പ ചെറുപ്പമില്ല, കൊച്ചുകുട്ടികളായാലും മുതിർന്നവരെ എല്ലാവരും ഒരുപോലെ കാണുന്നു. സാമ്പത്തികം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്കത് എല്ലാവരിലും ഒരു സന്തോഷം, നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരിലും മുഖത്തൊരു പുഞ്ചിരി, പിന്നെ നാളത്തേക്കുള്ള ഒരു കരുതൽ ഒക്കെയാണ് നമ്മുടെ ഒരു തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് സമ്മാനിക്കുന്നത്. നമ്മൾ ഇതിനിടയിൽ നമ്മൾ വന്നത് ആറാട്ടുപുഴ പൂരത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു. നമ്മുടെ
പ്രേക്ഷകർ എന്തായാലും കാത്തിരിക്കുന്നുണ്ടാവും. കാരണം അത് രമ്യയുടെ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പ്രേക്ഷകർക്ക് പറയുന്നതാണ്. എങ്കിൽ കൂടിയും അത് രമ്യയെ സംബന്ധിച്ച് രമ്യ പറയട്ടെ. ഒരു തൃശ്ശൂർക്കാരി ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ആ തൃശ്ശൂർക്കാരിയുടെ മനസ്സിലൊരു കുറച്ചുകൂടി അത് സന്തോഷമുണ്ടോ? അതെ, തീർച്ചയായിട്ടും പറഞ്ഞോളൂ. ചില നിമിത്തങ്ങൾ നമുക്ക് സന്തോഷത്തിന് വഴിമാറുമെന്നാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ആറാട്ടുപുഴ പൂരത്തിനായിരുന്നു ഇവിടുന്ന് ഘടകപൂരങ്ങളൊക്കെ പോയിരുന്നത്. പക്ഷെ ഒരു സമയത്ത് വലിയൊരു പ്രളയം ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്ത് കൃത്യസമയത്ത് നമ്മുടെ ദേശക്കാർക്ക് ആറാട്ടുപുഴയിൽ എത്താൻ സാധിച്ചില്ല. അപ്പോൾ അവരുടെ ദേശക്കാർ നമുക്ക് വിലക്ക് ഏർപ്പെടുത്തുകയാണ്. പക്ഷെ എത്ര വിഷമാണ് അല്ലേ, നമ്മൾ എത്രയോ ആഗ്രഹിച്ചു പോകുന്നതാണ്. അതൊരു പ്രകൃതി ദുരന്തമായി ഒരിടത്തേക്ക് നമുക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത്. അതെ, നമ്മൾ അത് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ആ ഒരു സമയത്താണ് ശക്തൻ തമ്പുരാൻ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് നമുക്കൊരു പൂരം നടത്തിക്കൂടാ എന്ന്. എനിക്ക് തോന്നുന്നു സ്വന്തമായൊരു പൂരം നമുക്കൊക്കെ ഇതുപോലെ ഈ നമ്മൾ പറയാറുണ്ട് ഉർവശി ശാപം ഉപകാരം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ. അത് തന്നെയാണ്. അതായത് പ്രളയം എന്ന് പറയുന്ന ഒരു മഹാമാരി അവിടെ നടന്ന സമയത്താണ് ആറാട്ടുപുഴ പൂരത്തിന് തൃശ്ശൂർ ദേശക്കാർക്ക് വിലക്കേർപ്പെടുത്തുകയും അങ്ങനെ തൃശ്ശൂരിന്റെ അധിപനായിട്ടുള്ള തൃശ്ശൂരിന്റെ തമ്പുരാനായിട്ടുള്ള ശക്തൻ തമ്പുരാൻ, ആ ശക്തൻ തമ്പുരാൻ എൻ്റെ ജനങ്ങൾക്കായിട്ട്, എൻ്റെ നാട്ടിലെ മനുഷ്യർക്കായിട്ടൊരു പൂരം വേണം, അവരുടെ സങ്കടം ഞാൻ കാണാതിരിക്കരുത്. അത് ഇന്നത്തെ ഭരണാധികാരികൾക്ക് കൂടി ഒരു മാതൃകയാണ്. അത് ആരായിരിക്കട്ടെ, ഏത് ഭരണാധികാരിയും അത് തൻ്റെ ചുറ്റുമുള്ള ജനങ്ങളുടെ ഒരു സന്തോഷമാണ് ഏറ്റവും പ്രധാനം എന്ന് ചിന്തിച്ച ഭരണാധികാരി നമുക്കുണ്ടായിരുന്നു തൃശ്ശൂരിൽ എന്നുള്ളത് നമ്മുടെ മറ്റിടങ്ങളിലെ ഭരണാധികാരികൾക്ക് കൂടി ഒരു വലിയ മാതൃകയാണ്. അങ്ങനെയാണ്, പറഞ്ഞോളൂ. അങ്ങനെയാണ് നമുക്കൊക്കെ ആഘോഷിക്കാനായിട്ട് ഈ ഒരു തൃശ്ശൂർ പൂരം ചിട്ടപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു നേരത്തെ റിയാസ് പറഞ്ഞ പോലെ തന്നെ ഉർവശി ശാപം ഉപകാരമായതുകൊണ്ടാണ് ഇത്രയും ഒരു ആവേശ ആരവത്തോടെ തൃശ്ശൂർ പൂരം എന്ന് പേരേ ഉള്ളൂട്ടാ. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരുടെ മാത്രം പൂരം, കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ അല്ല ലോകത്തിന്റെ പൂരമായി മാറുകയാണ്. നമ്മൾ ഓരോ സംഭവം ഒരു സൃഷ്ടി ഉണ്ടാകുന്ന ഒരു കാരണം ഉണ്ടാവും എന്ന് പറയല്ലേ. അന്ന് ആ പ്രളയം നടന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ തൃശ്ശൂർക്ക് ഉണ്ടാവില്ലായിരുന്നു. അതാണ്. അപ്പൊ അന്ന് ആ ഒരു പ്രളയം ഉണ്ടായത് ഇതിനൊരു നിമിത്തമാണ്. ഇപ്പോഴും ചിലപ്പോ അല്ല, ഇപ്പോഴാ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോഴേ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ പോലെയാണ്. ഇവിടെ വരുന്ന ഓരോരുത്തർക്ക് പലർക്കും പല ഇഷ്ടങ്ങളാണ് അല്ലെ. ഇപ്പോ നവീൻ ചേട്ടനെ പോലെ ആനകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട്, അപ്പൊ നമ്മൾ ആനകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കാണെങ്കിൽ ആനകളെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം അല്ലെ. താളമേളങ്ങൾ ആസ്വദിക്കുന്നവരുണ്ട്. അവർക്ക് ഇലഞ്ഞിത്തറ മേളമുണ്ട്, പഞ്ചാരി മേളമുണ്ട്, അതുപോലെ തന്നെ ചെമ്പട മേളമുണ്ട്. ഇനി കുടമാറ്റം ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലവരുണ്ട് വെറുതെ ഇത് കൂടെ ഇങ്ങനെ നടന്നാൽ മതി, ഈ റൗണ്ടിൽ ചുറ്റും ഈ പൂര കാഴ്ചകൾ കണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആസ്വാദനമാണ്. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ഒരുപാട് വിഭവ സമൃദ്ധമായിട്ടുള്ള അവരവർക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ ആസ്വദിക്കാനും കേൾക്കാനും ഉള്ള ഒരു അവസരം കൂടിയാണ് അല്ലെ തൃശ്ശൂർ പൂരം നമുക്ക് സമ്മാനിക്കുന്നത്. അവർക്ക് തിരഞ്ഞെടുക്കാം അതെ എന്താണ് എന്നുള്ളത് നമുക്ക് ആസ്വദിക്കണം എന്നുള്ളത് വരുന്ന ജനങ്ങൾക്ക് തീരുമാനിക്കാം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അല്ല, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നമുക്ക്. ഇപ്പൊ നേരത്തെ പറഞ്ഞു നവീൻ എന്ന് പറയുന്നത് ഒരു ആനപ്രേമിയാണ്. നമ്മൾ ആനപ്രേമിയാണ്, ആനപ്രേമിയല്ല എന്നല്ല. പക്ഷേ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നവീൻ ആനകളെ കാണാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരാളാണ്, സ്ഥിരമായി പൂരത്തിന് വരുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പം ഞാനൊക്കെ പൂരം വരുന്ന പെരുവനത്തിന്റെ ആ ഒരു ഇലഞ്ഞിത്തറമേളൊന്നും അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങനെ കൊഴുത്ത്, പിന്നെ നമ്മൾ ഈ ആസ്വദിച്ച് ഇതിന്റെ ഒരു വാദ്യമേളങ്ങൾ ആസ്വദിച്ച് അങ്ങോട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ വേർത്തൊലിക്കുന്നു. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, ഈ ചൂട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് പൂരത്തിന് വരുന്നവർ, അതിനിടെ ചൂടിന്റെ കാര്യം ഒന്ന് പറയാമല്ലോ നമുക്ക് പ്രേക്ഷകരോട്. സ്വാഭാവികമായിട്ടും പൂരത്തിന് വരുന്നവർ നിർബന്ധമായും കയ്യിൽ വെള്ളം കരുതുക, വെള്ളം നന്നായി കുടിച്ചതിന് ശേഷം മാത്രം വരിക. ഒപ്പം തന്നെ വെള്ളം, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കരുതുക. പൂരം കാണുമ്പോൾ പരമാവധി സൂര്യാഘാതം ഏൽക്കാത്ത രീതിയിൽ പൂരം കാണുക. എങ്കിൽ കൂടിയും നമുക്ക് നാളെയൊന്നും ചിലപ്പോൾ എന്താ പറയുക സൂചി കുത്താൻ ഇടമില്ലാത്ത വിധമായിരിക്കും തിരക്കുകൾ. കയ്യിലൊരു വിശറിയോ ഒരു ചെറിയ കുടയോ ഒക്കെ കരുതുക. കുഞ്ഞുങ്ങളെയൊക്കെ സുരക്ഷിതമായ ഇടങ്ങളിൽ അതെ ഉഷ്ണതരംഗമാണ് ഉള്ളത്. തീർച്ചയായിട്ടും സൂര്യതാപം കഴിഞ്ഞ ദിവസം തന്നെ സൂര്യതാപം ഏൽക്കുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടായി. ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ പാലിക്കുക എന്നുള്ളതാണ്. അതെ, ഏറ്റവും നമ്മളിപ്പം സാധാരണ നമ്മുടെ സൂര്യന്റെ ചൂടിലുപരി ജനസമുദ്രമാണ് കൂടി നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ചൂടും കൂടിയാകുമ്പോൾ ഡബിൾ ചൂടാവും. അതുകൊണ്ട് ഒരു കരുതൽ ഉണ്ടായിരിക്കണം. മാത്രമേ നമ്മൾ ഈ തണുത്ത വെള്ളം കുടിക്കുന്ന സമയത്ത് അത് നല്ല വെള്ളമാണോ, നമ്മൾ പല സ്ഥലത്തും കച്ചവടം ചെയ്ത് എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. നല്ല
നല്ലതാണ് നമ്മുടെ മനസ്സിന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമായി കഴിക്കാന്നുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. വളരെ കണ്ട് ശ്രദ്ധിക്കുക. ആരോഗ്യം നമ്മുടെ ആരോഗ്യമാണ്. കാരണം നമ്മൾ ഇതൊക്കെ ആസ്വദിക്കുമ്പോഴും ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് നമ്മൾ മറക്കരുത്. സ്വാഭാവികം. മുഖ്യമന്ത്രി പറഞ്ഞു സെൽഫ് ലോക്ക്ഡൌണിൽ. അതെ സ്വയം പാലിക്കുക നമ്മൾ. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഈ പറഞ്ഞ പോലെ ഇത്രയുമൊക്കെ വലിയ ചൂടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ആ നിമിഷങ്ങളിൽ നമ്മൾ മറക്കുകയാണ്. ഇത്തവണത്തെ പൂരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഇവിടെ എത്തുന്നവർ മനസ്സിലാക്കേണ്ടത് സാധാരണ കുടമാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, ആവേശം അങ്ങോട്ട് കയറിപ്പോവുകയാണ്. അതെ ഒരു അതിവിസ്മയമായ നയന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കൂടുതൽ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. അപ്പോൾ മാത്രമല്ല വളരെ സസ്പെൻസോട് കൂടിയിട്ട് ആളുകൾ സാധാരണ നമ്മൾ ഈ കുടമാറ്റം എന്ന് പറഞ്ഞാൽ എത്ര സമയം നീണ്ടു നിൽക്കും ശരിക്കും? ഒരു 1 hour ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ നമ്മൾ ഇത്തിരി ചുരുക്കിയിട്ടാണ്. ഈ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് കുടമാറ്റം നടത്താൻ സാധിക്കുമോ? അതാണ് ഇത്തവണ ഈ 15 മിനിറ്റ് കൊണ്ട് കുടമാറ്റം നടത്തുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ സംഘാടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിടുക്ക് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ അല്ലേ, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പൂര സമ്മാനമാണ് നമുക്ക് നൽകാൻ പോകുന്നത്. അത് നമ്മുടെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ഒരു പൂത്തിരി വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കത്തിക്കുകയാണ്. അങ്ങനെ ആവേശം നിറയ്ക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. ഒരു പുതിയ പ്രതീക്ഷകൾ നമുക്ക് സമ്മാനിക്കുകയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ആവേശകരമായ ഒരു ദിനങ്ങളാണ്. ആ ദിനങ്ങളിലേക്കാണ് നമ്മൾ ഇനി ഉൾച്ചേർന്ന് ഇരിക്കാൻ പോകുന്നത് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്ന് പൂര വിളംബരം. അതെ, ഏകദേശം ഒരു 10 അതെ. ക്ഷേത്രത്തിനകത്തേക്ക് പൂര പങ്കാളികളാണ്. ക്ഷേത്രത്തിലേക്ക് ഉച്ചയ്ക്ക് 12 വന്ന് പുറത്തേക്ക് രാത്രി 7 വരുന്നു. ക്ഷേത്രത്തിലേക്ക് രാത്രി 10:30 പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പുലർച്ചെ 2 അവർ പോകുന്നത്. പിന്നീട് തിരുവമ്പാടിയാണ്. തിരുവമ്പാടി ദേശം എന്ന് പറയുന്നത് രാവിലെ 7:30 വന്ന് രാവിലെ 9:30 പുറത്തേക്ക് വരുന്നു. ക്ഷേത്രത്തിനകത്തേക്ക് രാവിലെ 11 വന്ന് രാത്രി 7 പോകുന്നു. പിന്നീട് ക്ഷേത്രത്തിനകത്ത് രാത്രി 11 വന്ന് പുറത്തേക്ക് പുലർച്ചെ 2 വരുന്നു എന്നുള്ളതാണ്. പിന്നെ പകൽപൂരം എന്ന് പറയുന്നത് നമുക്കറിയാം, അതാണല്ലോ 27 നടക്കുന്നത്. പകൽപൂരമാണ് യഥാർത്ഥ പൂരമായിട്ട് നമ്മൾ പറയുന്നത്. തൃശ്ശൂർക്കാരുടെ പൂരം എന്ന് പറയുന്നത് പകൽപൂരമാണ്. അതെനിക്ക് തോന്നുന്നു പൂരത്തിന്റെ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകളാണ് ഈ ഒരു പൂരം കാണാനായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി പൂരത്തിന്റെ ഓരോ വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം തന്നെ കേരള വിഷനോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ചേരണം. ഏതായാലും പൂരത്തിന്റെ വിളംബര ചടങ്ങുകൾ ആണ് ഇന്ന് നടക്കുന്നത്. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം നട തുറന്നിടുന്നതോടുകൂടിയാണ് പൂരത്തിന് വിളംബരമാകുന്നത്. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത്. നാളെ ഘടകപൂരങ്ങളുടെ വരവിനായാണ് തെക്കേ ഗോപുര നട തുറന്നിടുന്നത്. ഏതായാലും റിയാസ് KMR, നവീൻ പനങ്കാവ്, രമ്യ S. നായർ എന്നിവരാണ് തൃശ്ശൂരിൽ നിന്നും നമ്മളോടൊപ്പം ചേർന്നത്.